ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് മാത്രം എടുക്കുക. റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ കിട്ടുന്ന മാസ്റ്റർ കാർഡ് ചാരിയറ്റ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ കൂടുതൽ പേരും ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നാണ് കാണുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ വന്ന ഈ ഒരു പേഴ്സൺ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നല്ലൊരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുത്തല്ലോ, എന്നാലും ഞാൻ ഇത്ര മണ്ടനായി പോയല്ലോ, എന്നാലും ഞാൻ ഇത്ര മണ്ടിയായി പോയല്ലോ, എനിക്കതൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ട് വളരെയധികം ഒരു ഗിൽറ്റ് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ഇവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നുവെന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു റീബർത്ത്, ഒരു പുതിയ ചാപ്റ്റർ ഉണ്ടാകണമെന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു സ്നേഹം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ഈ ബ്രേക്കപ്പ് ആയിരിക്കുന്ന ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. നിങ്ങളായിട്ട് തന്നെ എടുത്തിയാടി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്തിപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വാ 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 എന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം അവരായിട്ട് നിങ്ങളിലേക്ക്. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു അട്രാക്ഷൻ ആ വ്യക്തിയോട് ആ സമയത്ത് വളരെയധികം സ്നേഹം തോന്നി, അങ്ങനെ നിങ്ങൾ എടുത്തിയാടി ഇതിൽ ചെന്ന് പെട്ട പോലെയുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്ന സമയത്ത് നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നു ചേർന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സാധാരണമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, എല്ലാവരുടെയും പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകുകയായിരുന്നു. ഈ ഒരു വ്യക്തിയുടെ റിയാലിറ്റി എന്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ലൈഫിൽ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഈ ഒരു അവസ്ഥയിൽ പെട്ടുപോയി എന്നൊരു അവസ്ഥയിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇനി എന്താണ് ഒരു ആക്ഷൻ എടുക്കേണ്ടത്? ഞാൻ കൂടുതലായിട്ടും വളരെയധികം തോറ്റുപോയ ഒരു രീതിയിലുള്ള ഒരു ചിന്താഗതി. അപ്പോൾ ലൈഫിൽ നിങ്ങൾ തോറ്റുപോയി, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് മാത്രം ആരുമില്ല, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. എപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ അവർ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്, ഓക്കെ ആ സമയത്ത് അവരെന്നെ ശരിക്കും പറ്റുകയായിരുന്നല്ലോ, അല്ല അതുപോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ, ഞാൻ വളരെ ഈ ഒരു നമ്മളെ ഓർത്തിട്ട് തന്നെ നമ്മൾ വളരെയധികം നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ അത് എങ്ങനെയാ പറഞ്ഞറിയിക്കാൻ പറ്റാന്ന് അറിയത്തില്ല, അത് അനുഭവിക്കുകയാണ് അവര്. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥ മറ്റൊരാൾക്കും വരരുത് എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത്രയ്ക്ക് നിങ്ങൾ തകർന്നു പോയി.
കുറേ വർഷത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം ഇതെന്ന് വിചാരിക്കുകയാണ്. ഒരു 5 ഇയേഴ്സ്, 6 ഇയേഴ്സ്, ചില ആളുകൾക്ക് ഒരു 10 ഇയേഴ്സ് 11 ഇയേഴ്സ് വരെ ഈ റിലേഷൻഷിപ്പ് പോയ ആളുകളെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇത്രയും ഒരു നാൾ നീണ്ടുനിന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ബ്രേക്കപ്പിലേക്ക് പോകുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇത്രയും ടോക്സിക് ആയിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് താങ്ങാവുന്നതിലും ഒത്തിരി അപ്പുറത്താണ് അതിൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത്. മാനസികമായി നമ്മൾ വളരെ തളർന്നു പോകും. അതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അത് നോർമലാണ്, അങ്ങനെയാണ് അത് സംഭവിക്കേണ്ടത്. ഇനി അതിനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിലാണ് അത് നോർമലായിട്ട് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം എടുക്കണം. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തി തിരിച്ചു വരുമോ, അവരിനി ഇതിലേക്ക് വന്നിട്ടൊരു റീയൂണിയൻ ഉണ്ടാകുമോ, റീസ്റ്റാർട്ട് ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വ്യക്തി അല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഹോബീസോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിസി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ട്, അതായത് നല്ലൊരു ഫ്രണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്കൊരു ഹീലിംഗ് ആണ്. അതിന് അപ്പുറത്തേക്കേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. ഈ വ്യക്തി തിരിച്ചു വരുന്നതും അതുപോലെ തന്നെ റീകൺസിലേഷനോ റീസ്റ്റാർട്ടോ ഒക്കെ ഉണ്ടാകുന്നതൊക്കെ അതിനപ്പുറത്തേക്കേ ഉള്ളൂ. അത് ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. അതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരു തിരിച്ചറിവുണ്ടായി അവർ തിരിച്ചു വരാൻ പാടില്ലാത്തതുമല്ല. അപ്പോൾ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾ ഒരു പുതിയ ഒരു വേർഷൻ, നിങ്ങളെ തന്നെ നിങ്ങളൊരു പുതിയ വേർഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇവിടെ ഇപ്പോൾ അത്യാവശ്യമായിട്ടിരിക്കുന്നത്. ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. ഇതുകൊണ്ട് ഒന്നും ലൈഫ് തീർന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിക്കൊണ്ട് നിൽക്കാതെ മുന്നോട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു ഹീലിംഗ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒന്ന് തന്നെ ആയിരുന്നു. ആ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡ് ആകുന്നു. അതായത് നിങ്ങൾ ഇത്രയും നാളെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഉണ്ടായിരുന്ന ഈ ഒരു ടോക്സിക് സിറ്റുവേഷൻ ലൈഫിൽ നിന്നും എൻഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വളരെ നല്ലൊരു പേഴ്സൺ ആണ്. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ യാതൊരുവിധ മിസ്റ്റേക്കും ഇല്ല എന്നുള്ളത്, നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ വളരെ മനസ്സിന് വിഷമമാണ് തോന്നുന്നത്. നിങ്ങളുടെ കൂടെ ആയിരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും വരെ എനിക്ക് അത്രയ്ക്കൊരു വിഷമം വരികയാണ് ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി കിട്ടുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ്. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളത് അതുമായിട്ടൊന്ന് മിങ്കിൾ ആകാനായിട്ട് ശ്രമിക്കുക. അത് ഓക്കെ, നിങ്ങൾ ഫേസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുകൊണ്ട് ലൈഫ് തീർന്നു, ഇത്രയും വരെ എനിക്ക് ലൈഫ് ഉള്ളൂ, ആ ഒരു രീതിയിൽ ചിന്തിക്കാതിരിക്കുക. എനിക്ക് ഇനി പുതിയതായിട്ട് പല കാര്യങ്ങളുണ്ട്, ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുക, ആ ഒരു രീതിയിൽ എടുക്കുക, ആ ഒരു സ്പിരിറ്റിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ ഒരു ടോക്സിക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോയി. നിങ്ങളൊരു നല്ല പേഴ്സൺ തന്നെയാണ്. എല്ലാ തരത്തിലും യൂണിവേഴ്സായിട്ട് നിങ്ങളെ അംഗീകരിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും ഒരു നെഗറ്റീവിലേക്ക് മൂവ് ഓൺ ചെയ്യരുത് എന്നൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഇനിയും ഒന്നും തന്നെ പ്രതീക്ഷിക്കാനായിട്ട് ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതായത് ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം ദാറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ. ഓക്കെ. ലൈഫിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വരും. അതുകൊണ്ട് നിങ്ങൾ ബോൾഡായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചുവടുകൾ വയ്ക്കുക, മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. നെഗറ്റിവിറ്റീസ് എല്ലാം റിലീസ് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ള അപ്പോൾ ഒരു അത്തരത്തിലുള്ള മെസ്സേജുകളാണ് നമുക്കിപ്പോൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റക്കായി നിൽക്കുന്ന ഒത്തിരി പേര് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇത് എല്ലാവരെയും, ഈ റീഡിങ് കാണുന്ന എല്ലാവരെയും സംബന്ധിച്ചല്ല. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. ഈ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് നോക്കുമ്പോൾ കൂടി നിങ്ങളുമായിട്ട്
റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും മാത്രമാണ് ഈ ഒരു എനർജി നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. നമ്മളിതിപ്പോൾ ഒരു ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ പേഴ്സൺ അത്ര ടോക്സിക് അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. ഓക്കെ, ആ ഒരു രീതിയിൽ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു എന്ന് കരുതി ചേച്ചി പറഞ്ഞല്ലോ എൻ്റെ പേഴ്സൺ ടോക്സിക് ആണ്, ഓക്കെ ഞാൻ വിട്ടു എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കരുത്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അവരുടെ കാര്യങ്ങൾ അല്ല ഇങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കുക. ഓക്കെ, നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു റീഡിങ് എടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റീഡിങ്ങുകൾ വരാറില്ല. ഫസ്റ്റ് ടൈമാണ് എനിക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിൽ വരുന്ന ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്ന ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ, അതായത് നിങ്ങൾ വളരെയധികം മോശപ്പെട്ട ഒരു നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് ജീവിതത്തിന്റെ അവസാനമല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1992 എന്ന് പറയുന്ന ഒരു വർഷമാണ്. ടോക്കറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഷോർട്ട് ഹെയർ, ഓക്കെ, ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കും. വീഡിയോ ഗെയിം കിട്ടുന്നുണ്ട്. നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 50 ചാരിറ്റി. ഓക്കെ, 1992 ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 49 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് വളരെ ക്രേസ് ഉള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്കോ അവർക്കോ ഇഷ്ടമുള്ള കളർ. ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 30 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എറണാകുളം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ, ഓക്കെ, ബ്ലാക്ക് കളർ. നമ്പർ 23 ലെറ്റർ യു. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റോസ് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. മ്യൂസിക്, ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ബന്ധമുള്ളതായിട്ട് തോന്നുന്നു. ഓക്കെ, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ചൈൽഡിഷ്, നിങ്ങളുടെ സ്വഭാവം ചിലപ്പോൾ ചൈൽഡിഷ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ക്യാരക്ടർ ചൈൽഡിഷ് ആയിരിക്കാം. നമ്പർ 9 ആണ് നമുക്കിവിടെ ലാസ്റ്റ് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.